എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നുള്ളതല്ല, മറിച്ച് എന്റെ പേരിൽ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുന്ന സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു 2. അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പണം മുടക്കണമെന്ന വ്യവസ്ഥയിലാണ് അത് എബ്രിക്ഷൻ പ്രൊഡക്ഷന്റെ ബാനറിൽ നിന്നും എന്റെ ബാനറായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിന്റെ ബാനറിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഏപ്രിലിൽ അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. 11 ദിവസം ഷൂട്ടിംഗ് ആണ് നടന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 1,90,00,000 രൂപ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയത്. അത് ബാങ്ക് ത്രൂ ആണ് എല്ലാ പൈസയും ചെലവാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഈ പടത്തിന്റെ റൈറ്റ്സ് എന്റെ കയ്യിൽ ആണെന്നിരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ വിദേശ വിതരണ അവകാശം ദുബായിലുള്ള മറ്റൊരു കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതാണ് എന്റെ പരാതി. ുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നിവിൻ പോളിക്കും അതുപോലെ തന്നെ എബ്രിഡ് ഷൈനും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് പറയാനുള്ളത്, ഇവരുടെ മെയിലിലും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലും ഇതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. അത് പോലീസ് കണ്ടെടുക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഇവരിപ്പോ ഒരു തെളിവ് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ പല ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. പോളി ജൂനിയറിന്റെ പേര് തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അപ്പൊ ഇത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വന്നതെന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എന്റെ ആവശ്യം. ഈ ഒരു വിഷയത്തിൽ നേരത്തെ നിവിൻ പോളി പറയുകയുണ്ടായി, അതായത് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് താങ്കൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നും കോടതിയിൽ ഈ ഒരു വിഷയം നടക്കുകയാണ്, എന്നാൽ അതിനിടയിലാണ് ഇത്തരമൊരു വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയതെന്നൊക്കെ നിവിൻ പോളി ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് 30-ാം തീയതി ഞാൻ നിവിന്റെ ഓഫീസിൽ ചെന്നിരുന്നു. അപ്പൊ എന്നോട് മെയ് 31-ാം തീയതി ചർച്ചയ്ക്കായിട്ട് അവിടെ ചെല്ലാൻ പറയുകയും, പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ കമ്മീഷൻ ഓഫീസ്, തേവര കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു SI വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ അവിടെ ഓഫീസിൽ ചെന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഒരു കള്ള പരാതി അവര് കമ്മീഷൻ ഓഫീസിൽ കൊടുക്കുകയാണുണ്ടായത്. പക്ഷെ യഥാർത്ഥ ഇതിന്റെ വിഷയം മനസ്സിലാക്കിയ പോലീസ് ഒരു മധ്യസ്ഥനെ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നിട്ട് അത് തീരുമാനമാകാതെ വന്നപ്പോൾ ഞാൻ വൈക്കം DYSP ഓഫീസിൽ ഒരു പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവര് അവിടെ വന്നിട്ട് മീഡിയേറ്റർ വെച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയും ഒരു അഡ്വക്കേറ്റ് മോഹൻഡായ് എന്ന് പറയുന്ന ഒരാളെ മീഡിയേറ്ററായിട്ട് വെക്കുകയും ചെയ്തു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കാര്യങ്ങളും ഞാൻ കൊടുക്കുകയും, എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നിയമപരമായി പൊക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കേസുമായി മുമ്പോട്ട് പോയത്. ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മഹാവീര്യർ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നഷ്ടത്തിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. താങ്കൾക്ക് എത്ര രൂപയാണ് ഈ മഹാവീര്യർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നഷ്ടമായത്? അല്ല, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാൻ കോടതിയുടെ ഒരു ഇൻജക്ഷൻ നിലനിൽക്കുന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പുറത്തു പറയാൻ സാധിക്കില്ല. ഈ ഒരു വിഷയത്തിൽ 95 ലക്ഷം രൂപ നിവിൻ പോളി താങ്കൾക്ക് നൽകാമെന്നും മറ്റ് 95 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആക്ഷൻ ഹീറോ ബിജുവിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടി പോളി ജൂനിയറിൽ ഏൽപ്പിച്ച പണമാണ്. അപ്പോൾ ഈ താങ്കൾ ഈ എത്ര രൂപയാണ് ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി നിലവിൽ? ഏകദേശം 3 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ട്. 3 കോടിയോളം രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ടും താങ്കളെ അറിയിക്കാതെ ഈ കരാറിൽ ഒപ്പിട്ടു എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും എന്നെ അറിയിക്കാതെ അവര് ഇതിന്റെ ഓവർസീസ് വിതരണാവകാശം കൊടുത്തു. ഞാൻ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ കമ്പനിയുടെ ആളുകൾ പറഞ്ഞത് നിർമ്മാണത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നു എന്നാണ് അവർ അറിയിച്ചത്. മാത്രമല്ല, സംവിധായകനും നായകനും ഇല്ലാതെ എങ്ങനെ ഈ ആക്ഷൻ ഹീറോ ബിജു 2 സിനിമ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളുടെ പണം മാത്രം കൊണ്ട് സിനിമ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടിട്ട് അവര് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളിയോ എബ്രിഡ് ഷൈനോ താങ്കളുമായി സംസാരിച്ചിരുന്നു? പിന്നീട് ഇതിനുശേഷം സംസാരിച്ചിട്ടില്ല. എബ്രിഡ് ഷൈൻ ഈ പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോണിൽ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വിളിച്ചാൽ കിട്ടുന്നില്ല. പക്ഷെ ഇവർ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എന്റെ പണം കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ മുഴുവൻ കണക്കുകളും, ആക്ഷൻ ഹീറോ ബിജുവിന് വേണ്ടി ചെലവാക്കിയ മുഴുവൻ കണക്കുകളും നിവിൻ പോളിയുടെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ താങ്കളുടെ ആവശ്യം എന്താണ്? അതായത് ഈ പണം തിരികെ നൽകണമെന്നുള്ളതാണോ, അതോ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ അതിന്റെ ഭാഗമായി ഞാൻ നൽകിയിരിക്കുന്ന പരാതി, എന്റെ പേരിലിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിദേശ വിതരണാവകാശം എന്റെ അറിവില്ലാതെ ഇവര് മറ്റൊരു കമ്പനിക്ക് വിറ്റു. അത് ക്രിമിനൽ കുറ്റമാണ്, അത് വിശ്വാസവഞ്ചനയും ചതിയുമാണ്. അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞത്, അവർ കോംപ്രമൈസിന് വേണ്ടി പറയുന്നത് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിക്കോളൂ, ചെലവായ പണം തിരികെ തരാമെന്നാണ് പറയുന്നത്. അപ്പൊ ചെലവായ പണം തിരികെ തരികയാണെങ്കിൽ ഞാൻ പരാതി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ പണം തരാതിരിക്കുകയും വിശ്വാസവഞ്ചനയും ചതിയും തുടരുകയും ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുക തന്നെ. ഈ ഒരു കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് ഇടയ്ക്ക് ഒരു മധ്യസ്ഥ ചർച്ച എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ഇതുവരെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരും ബന്ധപ്പെട്ടിട്ടില്ല. അതിനൊരു സാഹചര്യം വന്നാൽ ഞാൻ എന്റെ വക്കീലുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് തീർച്ചയായും പോലീസ് സ്റ്റേഷനിലടക്കം തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടതായി വരുമല്ലോ. ഈ വേണ്ട തെളിവുകളൊക്കെ തെളിവുകൾ ഹാജരാക്കിയത് കൊണ്ടാണല്ലോ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഈ മറിച്ച് എന്തെങ്കിലും ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഈ നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും എബ്രിഡ് ഷാന്റെ ഭാഗത്തു നിന്നും ഈ കോടതിയിലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു നീക്കം എങ്ങനെയാണ്? അല്ല, മറിച്ച് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് നീക്കം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അവരിപ്പോ ചോദ്യം ചെയ്യാൻ അവരെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പറ്റും. പിന്നെ അവരുടെ അടുത്ത് തെളിവുകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു പ്രതിയും തനിക്കെതിരെയുള്ള തെളിവുകൾ സ്റ്റേഷനിലോ കോടതിയിലോ കൊടുക്കുമോ? അവർക്കെതിരെയുള്ള തെളിവുകൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി പോലീസിനോട് കേസ് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.